കഴിഞ്ഞ ആഴ്ച എങ്ങനെ നാം ജീവിച്ചു എന്ന് നമുക്കറിയാം. Are we away from God? നാം ദൈവസന്നിധിയിൽ നിന്ന് അകന്നായിരുന്നു ജീവിച്ചു. At least today, from today onwards, let us turn to God. നാം അങ്ങനെയായിരുന്നെങ്കിൽ ഇന്നെങ്കിലും നാം ദൈവസന്നിധിയിലേക്ക് നമുക്ക് തിരിഞ്ഞു വരാം. Like that, 3 times He has invited us. അവിടെ ഇതാ 3 പ്രാവശ്യം അങ്ങനെ വിളിക്കുന്നതായിട്ട് നാം In കാണുന്നു. the first words, come, let us return to the Lord. ഒന്നാം വാക്യത്തിൽ വരുമ്പോൾ നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക എന്ന് നാം കാണുന്നു. In the third verse, let us acquire the knowledge of God. നമുക്ക് അവനെ കുറിച്ചുള്ള അറിവ് നമുക്ക് അറിയാം എന്ന് പറയുക. In the same third verse, come, let us follow God. വരിക, നമുക്ക് അവനെ പിൻചെല്ലാം എന്ന് നാം മൂന്നാം വാക്യത്തിൽ കാണുന്നു. Let us return. നമുക്ക് മടങ്ങി വരാം. Let us get His wisdom. അവന്റെ ജ്ഞാനം നമുക്ക് പ്രാപിക്കാം. Let us follow. നമുക്ക് അവനെ പിൻപറ്റാം. Come, come, come. വരിക, അവന്റെ അടുക്കലേക്ക് വരിക. 3 പ്രാവശ്യം അവിടെ കാണുന്നു. If we come, if we return to the Lord is good to do 3 great things in the first words. നാം അവന്റെ അടുക്കലേക്ക് മടങ്ങി വരുന്നുവെങ്കിൽ 3 വലിയ കാര്യങ്ങൾ ചെയ്യുവാനൊക്കെ അവൻ വലിയ നല്ലവനാണ്. ഒന്നാം വാക്യത്തിൽ In the first verse, in the second verse, He has promised 3 things. അവിടെ ഒന്നാമത് 1-2 വാക്യങ്ങളിൽ 3 പ്രത്യേക വാഗ്ദത്തങ്ങൾ നാം അവിടെ കാണും. He will heal us. അവൻ നമ്മെ സൗഖ്യമാക്കും. He will make us whole. അവൻ നമ്മെ സമ്പൂർണ്ണമാക്കും. He will make us alive. അവൻ നമ്മെ ജീവിപ്പിക്കും. These 3 things we can see in the first verse and second verse. 1-2 വാക്യങ്ങളിൽ ഈ 3 കാര്യങ്ങളാണ് നാം കാണുന്നത്. This morning, how good our God is. ഈ രാവിലെ നമ്മുടെ ദൈവം എത്രയോ നല്ല ദൈവമാണ്. How great our God is. എത്രയോ വലിയവനാണ് നമ്മുടെ ദൈവം. There in Africa, in the country called Nigeria, there is one pastor namely Adeboye. അടിപോയി എന്ന് പറയുന്ന ഒരു പാസ്റ്റർ ആഫ്രിക്കയിലെ നൈറോബിയിൽ ഉണ്ടായിരുന്നു. He has 1,000 churches. അവിടെ 1000 സഭകൾ തനിക്കുണ്ട്. In every church there are 2,000 believers. ഓരോ സഭയിലും 2000 ആൾക്കാർ മെമ്പേഴ്സ് ഉണ്ട്. One great journalist of South Africa asked Adeboye, what is the need of your church? അവിടെ ഒരു ജേർണലിസ്റ്റ് ഇങ്ങനെ ചോദിക്കുകയുണ്ടായി, നിങ്ങളുടെ സഭയുടെ ആവശ്യം എന്തായിരിക്കുന്നു? This Adeboye, the great shepherd of 20 lakhs of people, he said single word, my church needs turning towards God. താൻ 20,000 ആൾക്കാരുള്ള അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ദൈവത്തിലേക്ക് ഞങ്ങളുടെ ജനങ്ങൾ മടങ്ങി വരണം. Not only Nigerian church, but also Philadelphian church, but also American church, but also Indian church. Every church needs turning towards God absolutely. പരിപൂർണമായിട്ടും ഇന്ന് നൈറോബിയിലുള്ള സഭ മാത്രമല്ല, ഫിലദൽഫിയയിലുള്ള സഭയും അമേരിക്കയിലുള്ള സഭകളും ഇന്ത്യയിലുള്ള സഭകളും സകല സഭകളും ഇന്ന് ദൈവത്തിലേക്ക് തിരിച്ചു വരേണ്ടിയിരിക്കുന്നു. God wants us to heal us. He likes to heal us. He likes to make us good. He likes to make us alive for Him. അവൻ നമ്മുടെ മുറിവുകളെ കെട്ടുകയും നമ്മെ ജീവിപ്പിക്കുകയും നമ്മളെ സമ്പൂർണ്ണമാക്കി സൗഖ്യമാക്കുകയും ചെയ്യുന്ന യഹോവയാണ്. First one, we have seen the concern of God. ദൈവത്തിന് നമ്മളുടെ കരുതലിനെ കുറിച്ച് നാം കണ്ടു. ഒന്നാമതായിട്ട് Second one, complaint of God. രണ്ടാമതായിട്ട് ദൈവത്തിന്റെ പരാതി നാം കേട്ടു. Number 3, call of God. മൂന്നാമതായിട്ട് ദൈവം നമ്മെ വിളിക്കുന്ന കാര്യം നാം കണ്ടു. This morning shall we turn unto God in every aspect of our life. നമ്മുടെ ജീവിതത്തിന്റെ സർവസ്വമായി രാവിലെ നമുക്ക് ദൈവത്തിലേക്ക് മടങ്ങി വരാൻ കഴിയുമോ? That is called repentance. അതാണ് പശ്ചാത്താപം എന്ന് പറയുന്നത്. The summary of the Bible is repent and receive God in your life. ദൈവവചനത്തിലൂടെ നമുക്കുള്ള ദൂത് ഇതാണ്, പശ്ചാത്തപിച്ച് ദൈവവചനത്തിലേക്ക് മടങ്ങി വരിക. Sinner should repent of his sins. പാപി തന്റെ പാപത്തെ കുറിച്ച് പശ്ചാത്തപിക്കണം. Believer also should repent of his backsliding qualities. വിശ്വാസിയും തന്റെ പിന്മാറ്റത്തെ കുറിച്ച് പശ്ചാത്തപിച്ച് മുന്നോട്ട് വരേണ്ടി. Sometimes negligence towards God. ദൈവത്തെ കുറിച്ചുള്ള അവഗണനയാണ് പലപ്പോഴും. Towards the word of God. ദൈവവചനത്തിലുള്ള അവഗണനയാണ് പലപ്പോഴും. Towards the work of God. ദൈവിക പ്രവർത്തനങ്ങളുള്ള അവഗണനയാണ് പലപ്പോഴും. Towards the holiness of God. ദൈവികമായിട്ടുള്ള വിശുദ്ധിയിലാണ് അവരെ അവഗണിക്കുന്നത്. People of God are busy with the worldly things, not busy with God. ലൗകികമായുള്ള കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കുകയാണ്. പിന്നെയോ ദൈവികമായ കാര്യങ്ങൾ അവർക്ക് താല്പര്യമില്ലാത്ത. Before approaching the table, let us turn unto God with all repentance. Oh God, I am not living aptly unto you. നമ്മുടെ കർത്താവിന്റെ മേശയുള്ള പദത്തിലേക്ക് അടുത്ത് വരുന്നതിന് മുമ്പേ നാം പശ്ചാത്തപിച്ച് ദൈവമേ ഞാൻ പിന്മാറിപ്പോയി എന്ന് പറഞ്ഞ് നമുക്ക് അവന്റെ സന്നിധിയിലേക്ക് അടുത്ത് വരാം. When we obey the call of God like that,
നാം ദൈവവചനം അങ്ങനെ അനുസരിക്കുമ്പോൾ കേൾക്കുമ്പോൾ the fourth one starts in our life. നാലാമത്തെ കാര്യം നമ്മുടെ ജീവിതത്തിൽ ആരംഭിക്കും. That is construction of God. അവൻ നമ്മെ പണിയുവാനായിട്ട് ആരംഭിക്കും. He constructs our life. നമ്മുടെ ജീവിതത്തെ അവൻ We can പുനരുജ്ജീവിപ്പിക്കുന്നു. see the construction of God in the chapter 14. 14-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ നമ്മൾക്കുള്ള നിർമ്മാണത്തെ കുറിച്ച് നാം കാണും. In the chapter 14 we can see the 7 types of constructions, how God constructs his people. നമ്മെ എങ്ങനെ അവൻ വീണ്ടും മെനയും എന്നുള്ള കാര്യം 7 കാര്യങ്ങൾ 14-ാം അധ്യായത്തിൽ കാണും. In this NIV Bible, I saw the title for 14th chapter is Repentance Brings Blessing. പശ്ചാത്താപം അനുഗ്രഹത്തിലേക്ക് നയിക്കും എന്നാണ് NIV-യുടെ ഹെഡിംഗിൽ 14-ാം What blessing? It is a blessing that is construction of our life. നമ്മുടെ ജീവിതത്തെ പണിയുന്നതായിട്ടുള്ള അനുഗ്രഹമാണെന്ന് അവിടെ I want to tell you one thing. If God constructs, none can destroy us. ദൈവം നമ്മെ പണിഞ്ഞു കഴിഞ്ഞാൽ ആരും നശിപ്പിക്കാനായിട്ട് സാധിക്കില്ല. Our God is the builder and maker. നമ്മുടെ ദൈവം അവൻ സൃഷ്ടിതാവാണ്, അവൻ നമ്മെ പണിയുന്നവനാണ്. In this 14th chapter we can see how beautifully, how wonderfully he constructs our life. നമ്മുടെ ജീവിതത്തെ എങ്ങനെ അവനെ പണിയുവാനായിട്ട് സാധിക്കും എന്നുള്ളത് 14-ാം അധ്യായത്തിൽ കാണാം. There are 7 things in this chapter. ഇവിടെ 7 കാര്യങ്ങൾ ഈ 14-ാം അധ്യായത്തിൽ കാണാം. Chapter 14 verse 4 says, 14-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം, I will heal their waywardness and love them freely, for my anger has turned away from them. ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും, എന്റെ കോപം അവരെ വിട്ടുമാറിയിരിക്കാൻ ഞാൻ അവരെ ഔദാര്യമായി സ്നേഹിക്കും. In Telugu Bible it is like that, I will correct their behavior. അവരുടെ സ്വഭാവത്തെ ഞാൻ ശരിയാക്കും എന്നാണ് തെലുങ്കിൽ പറഞ്ഞത്. This morning our behavior should be corrected in everyday life. നമ്മുടെ അനുദിന ജീവിതത്തിലുള്ള നമ്മുടെ സ്വഭാവങ്ങളെ ഇന്ന് രാവിലെ ഒന്ന് ശരിയാക്കേണ്ടിയിരിക്കും. It is God alone who can correct our behavior. നമ്മുടെ സ്വഭാവത്തെ ശരിയാക്കുവാനായിട്ട് ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. Behavior means our physical things, mental things and psychological things. നമ്മുടെ മാനസികവും ശാരീരികവും ആത്മീയമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. All things can be corrected by God alone. ഈ സകല കാര്യങ്ങളെ ശരിയാക്കുവാനായിട്ട് ദൈവത്തിന് മാത്രമേ സാധിക്കൂ. He said, I will correct you. ഞാൻ നിങ്ങളെ സൗഖ്യമാക്കും. And the same verse 4, he said, I will friendship with you. ഞാൻ നിങ്ങളെ ഔദാര്യമായിട്ട് ഞാൻ നിങ്ങളെ സ്നേഹിക്കും. I will make friendship with you. ഞാൻ നിങ്ങളോട് സ്നേഹമായിട്ട് പെരുമാറും. In the English Bible I say I love them, but in Telugu Bible I will make friendship with you. ഞാൻ നിങ്ങളോട് ഔദാര്യമായിട്ട് സ്നേഹിക്കുമെന്നാണ് നാം കാണുന്നത് ഇവിടെ. God will be our friend. ദൈവം നമ്മുടെ സ്നേഹിതനാണ്. He will make friendship with us. അവൻ നമ്മോടുകൂടെ നമ്മോട് സ്നേഹം പുലർത്തിയിരിക്കുക. How good it is, how great it is. അത് അത്രയും അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. God is making friendship with us. ദൈവം നമ്മോടുകൂടെ നമ്മുടെ സ്നേഹിതനായി തീരുക. You know the friends in this world, ഈ ലോകത്തിന്റെ സ്നേഹിതന്മാരെ കുറിച്ച് നമുക്കറിയാം. boyfriends and girlfriends. ബോയ് ഫ്രണ്ട്സ് ഉണ്ട്, ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്. They make friendship. അവര് After that something happened എന്നാൽ ചില കാര്യങ്ങൾ സംഭവിച്ചു കഴിയുമ്പോൾ and a lot of calamity occurred. പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. I know number of friends like that in India. ഇന്ത്യയിലെങ്ങനെയുള്ള ധാരാളം സ്നേഹിതരെ കുറിച്ച് They friendship each other. അവര് അന്യോന്യം സ്നേഹം കൂടുതൽ കൂടും. Then they deceived each other അന്യോന്യം അവരെ വഞ്ചിക്കും. and they killed each other. അവർ അന്യോന്യം പലപ്പോഴും കൊല്ലുകയും ചെയ്യും. But this friend is totally different. എന്നാൽ ഈ സ്നേഹിതൻ അങ്ങനെയുള്ള ഒരു സ്നേഹിതനല്ല. He makes friendship with us. അവൻ നമ്മോട് സ്നേഹം പുലർത്തുന്നവരാണ്. Number 3, മൂന്നാമത്തെ കാര്യം, verse 5. 5-ാം വാക്യം, I will be like the dew to Israel. ഞാൻ അവർക്ക് ഇസ്രായേലിനെ മഞ്ഞ് പോലെയായിരിക്കും. I will be like dew. അതിരാവിലെയുള്ള ഭാഗത്തിലെ മഞ്ഞ് പോലെയായിരിക്കും. When the dew is fallen, the crop will be a lot. We know that. വളരെ നല്ല മഞ്ഞ് ശരിയായിട്ട് വീണ് കിട്ടുകയാണെങ്കിൽ ഫലപുഷ്ടിയായിട്ട് സസ്യങ്ങൾ ഉണ്ടാകും. Some fields give very good crop when the dew comes on them. വളരെ നന്നായിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട മഞ്ഞ് കിട്ടുമ്പോൾ സസ്യങ്ങൾ ഭംഗിയായിട്ട് വളരും. He shall be like the dew unto us. ദൈവം നമുക്ക് പ്രഭാതത്തിലെ മഞ്ഞ് പോലെയാണ്. Real repentance brings all these constructions in our life. ശരിയായിട്ടുള്ള പശ്ചാത്താപം ഇങ്ങനെയുള്ള അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങൾ. Number 1, correction. ഒന്നാമതായിട്ട് അവൻ നമ്മെ ശരിയാക്കും. Number 2, friendship. അവൻ നമ്മുടെ സ്നേഹിതനായി. Number 3, dew. അവൻ നമുക്ക് നല്ല പ്രഭാതത്തിലെ മഞ്ഞ് പോലെയായിരിക്കും. Number 4, he said, I will be like a lily for you. ഞാൻ Verse 5, he will blossom like a lily. ഞാനൊരു താമര പുഷ്പം പോലെ ആയിരിക്കും. How wonderful it is. അതെത്രയോ നല്ല കാര്യം തന്നെയാണ്. He will
ദൈവത്തിനെ അവൻ മെനഞ്ഞെടുക്കുന്നതിന്റെ തെളിവുകളാണ് ഇതൊക്കെയും. And you shall sixth verse or fifth verse, like a cedar of Lebanon, he will send down his roots. അവിടെ ഇതാ ആ ലബാനോൻ വനം പോലെ അത് വേരുന്നു എന്ന് നാം ആ വാക്യത്തിൽ കാണുന്നു. So we shall be like Lebanon, we shall be like cedar of Lebanon, we shall take the root and bear the fruit. വളരെ വളരെ ശക്തിയുള്ള ആ വേരുകൾ അടിയിലേക്ക് പോയി ഫലം പുറപ്പെടുവിക്കുന്ന ലബാനിലെ വനം പോലെ ആയിരിക്കും. That means standard life. വളരെ വളരെ ഉന്നതമായ മാനദണ്ഡമുള്ള ഒരു ജീവിതം. No fake life. യാതൊരു മായവും ഇല്ലാത്ത ഒരു ജീവിതം. Real life we can enjoy. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. And verse 6 says, ആറാമത്തെ വാക്യം, his young shoots will grow, his splendor will be like an olive tree. അതിന്റെ ഇളയ കൊമ്പുകൾ ഒലിവ് വൃക്ഷത്തിന്റെ ഭംഗി പോലെ ആയിരിക്കും. That means beautification of our life. നമ്മുടെ ജീവിതം വളരെ വളരെ മനോഹരമായി തീരുന്ന ഒരു ജീവിതമായി മാറും. Our life will be beautified. നമ്മുടെ ജീവിതം തന്നെ ഭംഗിയുള്ളതായി തീരുന്നു. And we can see number of things. His shoots will grow. In Telugu Bible, his branches will be wide. അതിന്റെ കൊമ്പുകൾ പടരും എന്നാണ് നാം കാണുന്നത്. That means expansion of life. നമ്മുടെ ജീവിതത്തിന്റെ വളർച്ചയാണ് അത് കാണിക്കുന്നത്. Physically, mentally, spiritually, life will be expanded. ആത്മീയവും ഭൗതികവും മാനസികമായി നമ്മുടെ ജീവിതം വളർന്ന് പന്തലിക്കും. And the seventh one we can see fragrance like a cedar of Lebanon. നാം തുടർന്ന് കാണുന്നു ആ ലബാനോനിലെ വാസന പോലെ ഉള്ള ആ സൗരഭ്യമായിരിക്കും നമ്മുടെ Our ജീവിതം. life will be full of fragrance. നമ്മുടെ ജീവിതം സൗരഭ്യമുള്ള ഒരു ജീവിതമായി തീരും. Everybody will like us. മറ്റുള്ളവർ ആ സൗരഭ്യം അത് God ആസ്വദിക്കുന്നവരായിരിക്കും. likes us. ദൈവം സന്തുഷ്ടനായിരിക്കും. God's life will be glorified. ദൈവത്തിന്റെ നാമം അതിലൂടെ മഹത്വപ്പെടുവാനിടയാകും. So far we have seen four things, no? 4 കാര്യങ്ങളാണ് നാം ഇതുവരെ കാണുന്നത്. Number 1, concern of God. ഒന്നാമതായിട്ട് ദൈവത്തിന്റെ കരുതൽ. Number 2, complaints of God. രണ്ടാമതായി ദൈവത്തിന്റെ പരാതി. Number 3, call of God. മൂന്നാമതായിട്ട് ദൈവം നമ്മെ Number വിളിക്കുന്നു. 4, construction of ദൈവം God. നമ്മെ പണിയുന്ന കാര്യം നാം നാലാമത് കേട്ടു. If you don't like these four, God is ready to show his condemnation. That is condemnation of God. ഈ 4 കാര്യങ്ങളെ കുറിച്ച് നമുക്ക് താല്പര്യമില്ല എങ്കിൽ ദൈവത്തിന് നമ്മളുള്ള ന്യായവിധിയാണ് നാം തുറന്നു കാണുന്നത്. God invites us to repent of our sins. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിക്കുവാനായിട്ട് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു. He is very much ready to build our lives. അവൻ നമ്മുടെ ജീവിതത്തെ ശരിയായിട്ട് പണിതുറപ്പിക്കുവാൻ നമ്മൾ ഒരുക്കമുള്ളവനായിരിക്കും. Every day we should be built up by the hands of God. ആകയാൽ ഓരോ ദിവസവും ദൈവത്തിന്റെ കരങ്ങളാൽ പണിത് ഉറപ്പുള്ളവരായി തീരേണ്ടിയിരിക്കുന്നു. If we neglect, there is one thing that is awaiting us, that is condemnation of God. നാം ഇത് അവഗണിക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ദൈവത്തിന് നമ്മോടുള്ള ന്യായവിധിയാണ്. In the chapter 13 we can see the condemnation of God. 13-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ ന്യായവിധിയെ കുറിച്ച് നാം കാണും. Chapter 13 verses 7, 8. In these two verses there is the condemnation of God. 7-8 വാക്യങ്ങൾ ദൈവത്തിന് നമ്മോടുള്ള ന്യായവിധിയെ കുറിച്ച് നാം കാണുന്നുണ്ട്. That condemnation is his anger will fall upon Israelites like a lion, like a leopard, like a bear, like a lioness, like a cruel beast. 5 things are mentioned in the verse 7 and 8. Chapter 13 verses 7 and 8. 13-ാം അധ്യായത്തിന്റെ 7-8 കാര്യങ്ങളിൽ 8 അധ്യായങ്ങളിൽ 5 കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. His anger will fall upon the Israelites like a lion, ഒരു സിംഹത്തെ പോലെ ദൈവത്തിന്റെ കോപം അവരുടെ മേൽ ഉണ്ടാകും. like a leopard, പുള്ളിപ്പുലിയെ പോലെ അവരുടെ മേൽ ഉണ്ടാകും. like a bear, കുട്ടികളുടെ ഒരു കരടിയെ പോലെ, like a female lion, ഒരു സിംഹിയെ പോലെ, like wild ഒരു animals. കാട്ടുമൃഗത്തെ പോലെ. When the condemnation of God comes upon us, we cannot tolerate, we cannot escape from that. ദൈവത്തിന്റെ ന്യായവിധി നമ്മുടെ അടുക്കലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അതിനെ സഹിച്ചു നിൽക്കാനായിട്ട് സാധിക്കില്ല. God is gracious. ദൈവം കരുണയുള്ളവനാണ്. At the same time, God is consuming fire. അവൻ നമ്മുടെ കരുണയുള്ള ദൈവമാണ്. അതേസമയം തന്നെ God loves the sinner. ദൈവം പാപിയെ സ്നേഹിക്കുന്നവനാണ്. God hates the sin. എന്നാൽ ദൈവം പാപത്തെ വെറുക്കുന്നവനാണ്. So this morning, once again, check up our lives. ആകയാൽ ഇന്ന് രാവിലെ പ്രഭാതത്തിൽ നമ്മുടെ ജീവിതങ്ങളെ Let's remember how much care He took for us. നമുക്ക് വേണ്ടി അവൻ എത്രമാത്രം കരുണയുള്ളവനാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഓർക്കുക. How much He is complaining against us. നമ്മളെ കുറിച്ച് എത്രമാത്രം പരാതിയുള്ളവനാണ് ദൈവം
എന്നുള്ളത് with ചിന്തിക്കുക. how much love He is calling us, എത്രമാത്രം സ്നേഹത്തോടുകൂടി അവൻ നമ്മെ വിളിക്കുന്നു എന്ന് ചിന്തിക്കാം. with how much diligence He is ready to build up our lives, നമ്മെ പണിയുവാനും നമ്മെ ഒരുക്കുവാൻ തക്കവണ്ണം എത്രമാത്രം ഒരുക്കമുള്ളവരായിരിക്കുന്നു എന്ന് ചിന്തിക്കാം. with how much anger He is warning us, എത്രമാത്രം കോപത്തോടു കൂടിയാണ് ഈ കാര്യങ്ങളെ കുറിച്ച് അവൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നതെന്ന് ചിന്തിക്കുക. understanding these 5 C's. ഈ 5 കാര്യങ്ങളെ കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ The summary of book of Hosea. ഹോശേയയുടെ പുസ്തകത്തിന്റെ സംക്ഷിപ്ത രൂപമായിരിക്കുന്നു. Let us prepare our hearts for worship. ആകയാൽ ഇന്ന് രാവിലെ നമ്മുടെ ഹൃദയങ്ങളെ അവന്റെ സന്നിധിയിൽ നമുക്ക് ഒരുക്കാം. Let us prepare our minds to worship our God with all repentance and readiness. സകല പശ്ചാത്തലത്തോടും ഒരുക്കത്തോടും കൂടെ അവന്റെ സന്നിധിയിൽ നിർമ്മല മനസ്സാക്ഷിയിൽ നമുക്ക് അവനെ ആരാധിക്കാം. God is good all the time. നമ്മുടെ ദൈവം എപ്പോഴും നല്ലവൻ തന്നെയാണ്. God is great all the time. ദൈവം എപ്പോഴും മഹത്വം ഉള്ള ദൈവം തന്നെയാണ്. Now and forever. അവൻ ഇന്നും എന്നേക്കും വലിയവനായിരിക്കും. May God bless this meditation for us. ഈ ചിന്തകൾ ദൈവം നമുക്ക് അനുഗ്രഹമാക്കി തീരുമാനമാകട്ടെ. Thank you. കർത്താവേ, അവിടുത്തെ വചനത്തിലൂടെ അവിടെ ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കരുതലിനെ ഓർത്ത് ഞങ്ങളോട് സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ സ്ഥിതി ഞങ്ങൾ മനസ്സിലാക്കുന്നു. എന്നാൽ അവിടുന്ന് സ്നേഹത്തോടുകൂടി ഞങ്ങളെ വിളിക്കുന്നവനും ഞങ്ങളെ പണിയുന്നവനും ആണ് എന്നുള്ള കാര്യം കൂടി ഞങ്ങൾ ദർശനത്തിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ സ്നേഹത്തിൽ നന്ദിയിൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കി അവിടുന്ന് അറിയിക്കുന്ന സ്തുതിയും സ്തോത്രവും ബഹുമാനം അർപ്പിച്ചോട്ടി ആരാധിപ്പാൻ അവിടുത്തെ പ്രിയപ്പെട്ടവരോട് അവിടെ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ കേൾപ്പിച്ച വചനം കർത്താവയുടെ തുടർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കാൻ ഞങ്ങളോട് സഹായിക്കണമേ. സകല സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. യേശു ക്രിസ്തു മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകട്ടെ.